തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന ബി.ജെ.പിയിൽ വിഭാഗീയത രൂക്ഷമാകുന്നു. ഇന്നു ചേർന്ന നേതൃയോഗം പി.കെ. കൃഷ്ണദാസ് പക്ഷം ബഹിഷ്കരിച്ചു. ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ മുരളീധര പക്ഷം പ്രതിരോധിച്ചില്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. നേതൃമാറ്റം ആവശ്യപ്പെടാനാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. അതിനിടെ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നുപറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവദേക്കർ. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു എന്ന വിമർശനം. അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. അലക്സ്, ഏതായാലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ സംസ്ഥാന ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അതൊന്നും പുറത്തേക്ക് വരാതെ നോക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ എതിർപ്പുകളെല്ലാം തന്നെ അല്ലെങ്കിൽ വിഭാഗീയത എല്ലാം തന്നെ മറനീക്കി പുറത്തു വരികയാണോ ശക്തമായി തന്നെ? ഇത് നിസ്സംശയം പറയാം. കാരണം ബി.ജെ.പിക്കുള്ളിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന ബി.ജെ.പിയിലെ വിഭാഗീയത അത് ഒരു പടി കൂടി കടന്ന് ശക്തമാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം മനസ്സിലാകുന്നത്. കാരണം ഭാരവാഹി യോഗത്തിൽ കൃത്യമായി പക്ഷം ചേർന്നുകൊണ്ടുള്ള വിമർശനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവായി ഇന്ന് ഭാരവാഹി യോഗത്തിൽ വന്ന കാര്യങ്ങൾ മൂന്നായി തിരിക്കാം. അതിലൊന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറിന്റെ വിമർശനമാണ്. അത് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജനും പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അത് ശോഭാ സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ അതൃപ്തി അദ്ദേഹം പരസ്യമാക്കി. ഇന്ന് ഈ കൂടിക്കാഴ്ച നടന്നുവെന്ന് സംബന്ധിച്ച കെ സുരേന്ദ്രന്റെ നടപടിയും ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന നടപടിയാണ് ഇത് എന്നാണ് പ്രകാശ് ജാവദേക്കർ ഇന്ന് പറഞ്ഞത്. കൂടിക്കാഴ്ച ഷോപ്പ് എങ്ങനെ അറിഞ്ഞുവെന്നാണ് പ്രകാശ് ജാവദേക്കർ ചോദിച്ചത്. അതുമാത്രമല്ല, ദേശീയ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ സ്വന്തം പബ്ലിസിറ്റിക്കായി സംസ്ഥാന നേതാക്കൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. മറ്റു പാർട്ടിയിലുള്ളവർ ഇനി ഇത്തരം ചർച്ചകൾക്ക് തയ്യാറാകുമ്പോൾ ശോഭ ചെയ്തത് തെറ്റു തന്നെ എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിൽ മാത്രമാണ് ഇത്തരം ഒരു പ്രവണതയുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വരാറില്ല എന്ന് അദ്ദേഹത്തിന്റെ ഒരു വിമർശനം. രണ്ടാമത്തെ കാര്യം, ബി.ജെ.പി എത്ര സീറ്റുകളിൽ ജയിക്കും എന്ന ഇന്ന് അവലോകന യോഗത്തിലെ വിലയിരുത്തലാണ്. 4 സീറ്റുകളിൽ ബി.ജെ.പി വിജയിക്കുകയും 2 സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നുമാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്തും തൃശൂരും ആറ്റിങ്ങലും പത്തനംതിട്ട മണ്ഡലങ്ങളിൽ പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴയിലും പാലക്കാടും പാർട്ടി രണ്ടാമതെത്തും എന്നും കണക്കുകൂട്ടുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട വിമർശനത്തിലേക്ക് വരാം. ഔദ്യോഗിക പക്ഷത്തിനെതിരെ, അതായത് കെ സുരേന്ദ്രനും വി മുരളീധരനും ഉൾപ്പെടുന്ന ഔദ്യോഗിക പക്ഷത്തിനെതിരെ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പി.കെ. കൃഷ്ണദാസ് പക്ഷം എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ ഈ സംസ്ഥാന ഭാരവാഹി യോഗവും നേതൃയോഗവും അതുമായി ബന്ധപ്പെട്ട് നടന്ന അവലോകനങ്ങളുമെല്ലാം ബഹിഷ്കരിച്ചിരിക്കുകയാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷം. പി.കെ. കൃഷ്ണദാസും മുതിർന്ന നേതാക്കളായ എൻ.ടി. രമേശ്, എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരൊന്നും ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ പക്ഷം, അതായത് പി.കെ. കൃഷ്ണദാസ് പക്ഷം ആരോപിക്കുന്നത് ഔദ്യോഗിക പക്ഷത്തല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഇവർ തയ്യാറായില്ല. പകരം എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുരളീധര പക്ഷം സ്വീകരിച്ചതെന്നാണ് അവരുടെ ആരോപണം. സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിഹത്യ നടത്തിയവരെയും ശോഭാ സുരേന്ദ്രന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചവരെ പോലും പ്രോത്സാഹിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഔദ്യോഗിക നേതൃത്വം പെരുമാറിയതിൽ കടുത്ത അതൃപ്തിയും അമർഷവും പി.കെ. കൃഷ്ണദാസ് പക്ഷത്തിനുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകാശ് ജാവദേക്കറെ ബോധ്യപ്പെടുത്തി. എന്നാൽ പ്രകാശ് ജാവദേക്കർ യഥാസമയം ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട്. നേതൃമാറ്റം ആവശ്യപ്പെടാനാണ് പി.കെ. കൃഷ്ണദാസ് പക്ഷം ഒരുങ്ങുന്നത്. അത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് പിന്നാലെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കുക എന്നുള്ളതായിരിക്കും കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെടുക. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിൽ അതൃപ്തി പരസ്യമാക്കി പ്രകാശ് ജാവദേക്കറും രംഗത്തു വന്നു. പാർട്ടിയുടെ വിശ്വാസ്യത തകർത്തു ഈ നടപടി എന്നാണ് വിമർശനമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.